നമസ്കാരം. അവസാനം എരിതീയിലേക്ക് എണ്ണ കൃത്യമായി ഒഴിച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ്. 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ച് അവർ വിജയം ആഘോഷിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണെന്ന് പുലർക്കാലത്ത് നമ്മെ എല്ലാവരും ഞെട്ടിച്ചത്. കാരണം ഇതിന് ശേഷമുണ്ടാകുന്ന ദുരന്തങ്ങൾ, അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. എന്നാൽ അമേരിക്ക ഇന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആണവ കേന്ദ്രമായ ഫർദോയിലും നതാൻസിലും ഇർഷായിലും വർഷിച്ചതോടെ അത് ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പശ്ചിമേഷ്യ മൊത്തം യുദ്ധഭൂമിയിലേക്ക് വലിച്ചഴച്ചു അമേരിക്ക എന്നുള്ളതാണ് സത്യം. ഇന്നലെ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം മാത്രമായിരുന്നു. ഇസ്രയേലിന് ഇന്നേ വരെ അവർക്ക് ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് യാതൊരു അവരുടെ സാധ്യതകൾ തുലാം കുറവായിരുന്നു. കാരണം ഒരു ലിമിറ്റ് വരെ അവർക്ക് അവിടെ ആക്രമിക്കാൻ പറ്റുള്ളൂ. റോഡുകളും അതേപോലെ കണക്റ്റഡായുള്ള വിദ്യുച്ഛക്തി പ്ലാന്റുകളും അടക്കമുള്ള കാര്യങ്ങൾ തകർക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് കഴിഞ്ഞത്. ടെഹ്റാനിൽ നിന്ന് 95 കിലോമീറ്റർ അകലെയുള്ള ഫർദോ എന്ന് പറയുന്ന അവരുടെ ഇറാൻ്റെ സമ്പുഷ്ട ഇറേനിയം വിപുലീകരിച്ചുള്ള ശുദ്ധീകരിച്ച് ഉള്ള പ്ലാന്റിൽ അവരുടെ ഏറ്റവും പ്രധാന പ്ലാന്റാണ് ഫർദോ. ആ ഫർദോ പ്ലാന്റിലേക്കാണ് ഇന്നലെ ആക്രമണം നടന്നിരിക്കുന്നത്. ആ ആക്രമണം ചെറുതല്ലാത്ത രൂപത്തിൽ വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് 3ാം ലോക മഹായുദ്ധം തന്നെ വരാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ റഷ്യയും ചൈനയും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് വ്യാപ്തി കൂട്ടുന്നത്. ഇപ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയാവില്ല എന്ന് ധരിച്ചു നിൽക്കി 2 ആഴ്ച കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കുകയെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. പെട്ടെന്നൊരു ധൃതിയിൽ അമേരിക്ക ഈ യുദ്ധത്തിന് എരിതിരി കൂട്ടിയിരിക്കുന്നത്. ആളിക്കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കുക എന്നുള്ളത് പറയില്ലേ, അതാണ് ചെയ്തത്. ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയും അവരുടെ പരമാധികാരവും തകർത്തെറിഞ്ഞുകൊണ്ട് ആ രാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ തകർക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ട് ഇസ്രയേലിനെതിരെ തീർക്കുന്നില്ല? ഇസ്രയേലിൻ്റെ കൈവശം ആണവായുധങ്ങളില്ലേ? അമേരിക്കയുടെ കൈവശം ആണവായുധങ്ങളില്ലേ? അതോടൊപ്പം തന്നെ ഇസ്രയേൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ്? എല്ലാ രാജ്യങ്ങളും അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അങ്ങനെ ആണവായുധങ്ങൾ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ആണവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഞാൻ ശുദ്ധനായിരിക്കണം, അതേപോലെ മറ്റപ്പുറവും ശുദ്ധനായിരിക്കും. ഇത് അങ്ങനെയല്ല. അമേരിക്കയുടെ കൈവശമുള്ള ആണവായുധങ്ങൾ കൈവശമുണ്ട്, അതേപോലെ ഇസ്രയേലിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ മറ്റൊരാൾ അതേപോലെ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി തുടങ്ങുമ്പോൾ അതെന്തിനാണ് ഇസ്രയേൽ ഇത്രയും വിഷമിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഞങ്ങളാണ് ഇപ്പോൾ ലോക രാജാവ്, ഞങ്ങളാണ് ലോക പോലീസ്, ഞങ്ങളിൽ അപ്പുറം വേറെ ആരുമില്ല, ഞങ്ങൾ പറയുന്ന പോലെ കേട്ടോളണം. ഇതുള്ള വാണിംഗ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇന്നുവരെ നേരിട്ട് ഇസ്രയേലിനെതിരെ ഏതെങ്കിലും യുദ്ധം ചെയ്തതായിട്ട് നമുക്ക് അറിവില്ല. പകരം ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ സഹായം ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. അവരോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ആളുകളെ സഹായിച്ചിട്ടുണ്ടാവും. ഇസ്രയേൽ ആർക്കൊക്കെ സഹായിക്കുന്നു, അമേരിക്ക ആർക്കൊക്കെ സഹായിക്കുന്നു? ഈ യുദ്ധം തന്നെ ആരംഭിച്ചത് ആരോ വഴിയാണ്? ട്രംപ് വഴിയാണ്. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇസ്രയേലിന് കഴിയാത്ത കാര്യം, അതായത് ഈ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്ത് കളയാൻ വേണ്ടി ഇസ്രയേൽ തലകുത്തി മറിഞ്ഞിട്ടും ഇന്നേ വരെ യാതൊരു നടപടിയും വിജയവും ഉണ്ടായിട്ടില്ല. അതിന് കാരണം അവർക്ക് അതിനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയ്ക്ക് ബങ്കർ ബസ്റ്റർ ബോംബ് GBU-57 മാസീവ് ഓർഡൻസ് പെനിട്രേഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. അത് 13,000 kg വരെയുള്ള ഭാരമുള്ള ഒരു സംഭവമാണ് ഈ ബോംബ്. 18 മീറ്റർ കോൺക്രീറ്റിൽ അല്ലെങ്കിൽ 61 മീറ്റർ എർത്ത് ഭൂമിക്കടിയിലേക്ക് ഇത് തുരന്നു ചെല്ലുകയും അവിടെ എക്സ്പ്ലോഡ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഫർദോയിലും അതേപോലെ മറ്റു നതാൻസിലും ഇഷാമിലൊക്കെ ഉള്ള കാര്യമെന്ന് പറയുന്നത് 80 മീറ്റർ അടിയിലാണ്, 80 to 90 മീറ്റർ അടിയിലാണ് അവരുടെ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്, അതേപോലെ മിസൈൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ അവകാശപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ആണവ കേന്ദ്രത്തിന് ഒരു ചുക്കും സംഭവിച്ചില്ല, മാത്രമല്ല സമ്പുഷ്ടീകരിച്ച
ശുദ്ധീകരിച്ച ആ യുറേനിയം 400 കിലോഗ്രാം ഞങ്ങൾ അവിടെ നിന്നെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ രഹസ്യമായ സ്ഥലത്തേക്ക് ഞങ്ങൾ ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒരു പർവ്വത നിരകളുടെ ഇടയിലാണ് ഈ പറയുന്ന ഈ ഫർദോ എന്ന് പറയുന്ന സ്ഥലം. ആ ഫർദോ എന്ന് പറയുന്ന സ്ഥലത്ത് 80 മുതൽ 90 മീറ്റർ അടിയിലാണ് അവരുടെ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ കൈവശമുള്ള ഈ അമേരിക്ക വർഷിച്ച ബങ്കർ ബസ്റ്റർ ബോംബ് GBU-57 ഉപയോഗിച്ചപ്പോൾ അത് കൊണ്ടുപോകണമെങ്കിൽ തന്നെ B-2 സ്റ്റെൽത്ത് പ്ലെയിൻ വേണം. ആ പ്ലെയിനിലാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അത് എക്സ്പ്ലോഡ് ചെയ്താൽ ഉണ്ടാകുന്ന ദുരന്തം എന്ന് പറയുക ഭയങ്കര 2400 പവറുള്ള എക്സ്പ്ലോഷൻ ഉണ്ടാകും. കൈനറ്റിക് എനർജി പ്രവഹിക്കും. അവിടെ ആ പ്രദേശം മുഴുവൻ തകർന്ന് തരിപ്പണമാകും. അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ വിജയിക്കണമെങ്കിൽ ഏറ്റവും അടിയിലേക്ക് 80 മീറ്റർ താഴേക്ക് വരെ തകർച്ച ഉണ്ടാവണം. എന്നാൽ ഇവിടെ 80 മീറ്ററിൽ 61 മീറ്റർ താഴെ മാത്രമേ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അമേരിക്കയുടെ കൈവശം മാത്രമാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളുള്ളത്. അതേപോലെ B-2 പ്ലെയിനിൽ മാത്രമേ ഇത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അത്രയും 13,000 കിലോ വെയിറ്റുള്ള സംഭവമാണ്. ആ സംഭവമാണ് ഇപ്പോൾ വർഷിച്ചിരിക്കുന്നത് ഇറാനിൽ. അത് 3 ആണവ കേന്ദ്രങ്ങൾ വർഷിച്ചതുകൊണ്ട് ഇറാൻ ഒന്നും സംഭവിച്ചില്ല എന്ന് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിന് പൂർണ്ണ വിവരങ്ങൾ വരാൻ പോകുന്നേ ഇന്ന് പുലർക്കാലത്ത് എല്ലാ രാജ്യങ്ങളും പ്രതികരിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ വരാൻ പോകുന്ന ദുരന്തം എന്താണ്? ഈ അമേരിക്ക പല സ്ഥലങ്ങളിലെ അവരുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. അത് 20 സെൻറ്ററുകളായി ഇറാന് ചുറ്റുമായിട്ടും അതേപോലെ പശ്ചിമേഷ്യയിൽ പല ഭാഗങ്ങളായിട്ടും അറേബ്യൻ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ അവരുടെ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഇറാൻ ആക്രമിക്കാൻ തുടങ്ങും. അതായത് പശ്ചിമേഷ്യ മുഴുവൻ ഇളകി മറിയും. പശ്ചിമേഷ്യ യുദ്ധഭീഷണിയിലേക്ക് വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ റഷ്യയും ചൈനയും ഇറാന് പിന്തുണമായി എത്തും. അങ്ങനെ വരുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കും. ഇന്ത്യ ഏതെങ്കിലും പക്ഷത്ത് ചേരുമെന്ന് കരുതുന്നില്ല. പക്ഷേ ചൈനയും റഷ്യയും ചേരുന്നതോടെ പാകിസ്ഥാൻ അതിൽ കൂടെ ചേരും. ആ പാകിസ്ഥാനും ചൈനയും റഷ്യയും അതേപോലെയുള്ള രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇറാൻ്റെ കൂടെ നിൽക്കുമ്പോൾ അത് വലിയ ഭീഷണി തന്നെയാണ് ലോകത്തിന്. നമ്മൾ കാണാത്ത മേഖലകളിലേക്കെല്ലാം യുദ്ധം വ്യാപിക്കും. ആ യുദ്ധം വ്യാപിക്കുന്നതിനുള്ള കാരണമായി തീർന്നത് അമേരിക്കയാണ്. പ്രത്യേകിച്ചും അമേരിക്കയിൽ ഇതിന് തിരിച്ചടി വന്നിട്ടുണ്ട്. ഡെമോക്രാറ്റിക് ലീഡർ ഹക്കീം ജാഫ്രീസ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് ഇറാൻ്റെ വക ആക്രമണം ഉണ്ടാവുകയും അതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയും കിട്ടുകയാണെങ്കിൽ അത് ട്രംപ് മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. എന്നാൽ ഗൈഡോൺ സാർ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, സുവർണ ലിപികളിൽ എഴുതപ്പെടും ആരുടെ പേര്? ട്രംപിൻ്റെ പേര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ നമ്മൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യം എല്ലാം കടപ്പെട്ടിരിക്കുന്നു ട്രംപിനോട്. ഇന്നലെ വരെ അവർ പറഞ്ഞ് ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു അമേരിക്കയോട് കടപ്പെട്ടിരിക്കുന്നു. ഇത്രയും ദിവസങ്ങൾ യുദ്ധം ചെയ്തിട്ടും യാതൊരു വലിയ ദോഷങ്ങളൊന്നും ഇറാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം മാത്രമല്ല അവർക്ക് 12 ദിവസത്തേക്കുള്ള ആയുധങ്ങൾ മാത്രമേ പ്രയോഗിക്കാൻ ഇസ്രായേലിൻ്റെ കൈവശമുള്ളൂ എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അവസാനം അണുവായുധങ്ങൾ അവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളും വന്നിരുന്നു. ഈ സന്ദർഭത്തിലാണ് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമല്ലേ ഈ യുദ്ധം ആരംഭിച്ചത്. 60 ദിവസം ആദ്യം ഇറാൻ സമയം കൊടുത്തിരുന്നു ഈ പറഞ്ഞ ഈ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഊർജ്ജാവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടണമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. 60 ദിവസം സമയം കൊടുത്ത് 61ാം ദിവസം ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ പിന്നെ തിരിച്ചടിച്ചത്. ആദ്യഘട്ടങ്ങളിൽ ഇറാൻ പിന്നിലായിരുന്നെങ്കിൽ പിന്നീട് ശക്തമായ തിരിച്ചടികളാണ് ഇസ്രായേലിന് കിട്ടിയിട്ടുള്ളത്. അത് അവർ പ്രതീക്ഷിച്ചതിനെക്കാളും വലിയ തിരിച്ചടികളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം റഷ്യ ആരംഭിച്ചതാണ്. ഉക്രൈൻ ഭീഷണിയാണെന്നുള്ള പേരിലാണ് ആരംഭിച്ചത്. ഇന്നേ വരെ 2 കൊല്ലമായിട്ട് അത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തിന്? ഇവിടെ നമുക്കറിയാം ഗാസയിലെ യുദ്ധം ഇതുവരെ ഹമാസിനെ തകർക്കാൻ പറ്റിയോ? ഇല്ല. ഇതേപോലെ ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. അവർക്ക് മൗണ്ടൻ, അതായത് പർവ്വതനിരകളുള്ള പല സൈനിക കേന്ദ്രങ്ങളുമുള്ള രഹസ്യ സ്ഥാനങ്ങളുള്ള രഹസ്യ അറകളുള്ള രാജ്യമാണ് ഇറാന് എല്ലാ തരത്തിലും ഇസ്രായേലിനേക്കാളും വലിയ ശക്തിയുണ്ട് എല്ലാ കാര്യങ്ങളിലും. ആയുധങ്ങളുടെ കാര്യത്തിലായി ശരി, പട്ടാളക്കാരുടെ കാര്യത്തിൽ ശരി,
പാരാമിലിറ്ററി കാര്യങ്ങളിൽ ശരി, അതുപോലുള്ള സംവിധാനങ്ങൾ അവർക്കില്ലാത്തത് വിമാനങ്ങളാണ്. യുദ്ധവിമാനങ്ങളിൽ കാര്യത്തിൽ അവർ തീരെ പിന്നിലാണ്. അതേപോലെ വ്യോമ പ്രതിരോധ സംഭവങ്ങളിലും അവർ പിന്നിലാണ്. പക്ഷേ ചൈനയും റഷ്യയും അവർക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ് ആയുധങ്ങൾ എത്തിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അമേരിക്ക യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. ട്രംപിന് നേരത്തെ പുടിൻ ഭീഷണി കൊടുത്തിരുന്നു, ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ഫർദോ എന്ന് പറയുന്ന അവരുടെ ആണവ കേന്ദ്രത്തിൽ റഷ്യയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക അതിനകത്ത് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയിൽ ആളിക്കത്തും. ഇതിൻ്റെ ചെറുതൊന്നായിരിക്കില്ല ഇതിൻ്റെ തിരിച്ചടി. മൂന്നാം ലോക മഹായുദ്ധം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.